ഹായ്. എന്താണ്, എഴുന്നേറ്റിട്ടേ ഉള്ളൂ. എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ചു സെറ്റായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണാം. അതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം. അതേ എനിക്ക് പറയുന്നത്. ഇതാണ് വീഡിയോ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരുപാട് മിസ്റ്റേക്സ് ഉപയോഗിക്കാത്തുണ്ടാവും. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട്, ലൈറ്റ്, അങ്ങനെ പല പല കാര്യങ്ങൾ. പിന്നെ സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, അതുകൊണ്ട് എൻ്റെ സംസാരവും എല്ലാം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളാണ്, ക്ഷമിച്ചേക്കാം. പിന്നെ നടക്കാൻ പോവുകയാണ്. ഒരു 6:20 നമുക്ക് ജസ്റ്റ് മുടിയും കൂടെ കിട്ടി ഒരു ഷോൾ ഇട്ടുകൊണ്ട് നമുക്ക് ഇറങ്ങാം. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇറങ്ങാം. ഇന്ന് കുറച്ച് ലേറ്റായി, അതേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. കൂടെ ആരും വരുന്നില്ല, ഒറ്റയ്ക്കാണ് ഞാൻ പോണത്. ആരെ എഴുന്നേൽപ്പിക്കാതെ നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ അടിച്ചു പോകും. സോ വി ആർ ഗോയിങ്. വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു പുതിയൊരാൾ നിൽപ്പുണ്ട്. ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. പോകാം, നമുക്ക് പോകാം. ആണ് ക്ലൈമറ്റ്, നല്ല തണുപ്പ് ഉണ്ട്. ഒക്കെ കേട്ടോ. ഇവനാണ് ഈ വീട്ടിലെ ചെരുപ്പെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് സ്ഥിരം. ഇതന്നെ ഞാൻ എന്താണ് പേരിടേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പോയിട്ട് വരാം. നല്ല തണുപ്പുണ്ട്. ചടപടയിൽ നടന്നിട്ട് 7 മണിയാകുമ്പോൾ തിരിച്ചെത്താം. വിശേഷങ്ങൾ കാണാം. ഓക്കെ ഓക്കെ, ബൈ. ഞാൻ തിരിച്ചെത്തി. കഴിഞ്ഞ ഇനിയൊരു 10 മിനിറ്റ് റെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് കാണാം. നടക്കാൻ പോയിട്ട് വന്നിട്ട് എന്താ ചെയ്തതെന്നുള്ളത് കാണിക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകാൻ പോകുക. പാത്രം കഴുകണം. ഉപ്പുമാവ് കഴിച്ചത്. ഇനി ഉച്ചക്കത്തേക്ക് നമ്മൾ ഞാൻ ചപ്പാത്തി കഴിക്കണം. കറി വെക്കാൻ പോകുന്നുണ്ട്. ഞാനല്ല കറി വെക്കുന്നത്, അമ്മയാണ് കറി വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പം അതിന് റെഡി ആവണം. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് വെക്കുക. എന്തായാലും ബാക്കി അപ്ഡേറ്റ് ചെയ്ത് തരാം. പാത്രം കഴുകി കഴിഞ്ഞു. നമ്മളിനി ഉച്ചയ്ക്ക് പാലക് പനീർ, ഇതാണ് കറി വെക്കാൻ പോണേ. പാലക് പനീർ, അത് കറി വെച്ച് തരും, നമ്മൾ കഴിക്കണം. അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ നടക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഡയറ്റ് നോക്കാണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് വെക്കും. അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്യാനാണ് പ്ലാൻ. എനിക്ക് ഗുളിക കഴിക്കാൻ സമയമായി. എനിക്ക് അയൺ ഗുളികയുണ്ട്. ഡെയിലി ഒരെണ്ണം അയൺ ഗുളിക ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. അപ്പം അയൺ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തൈറോയിഡിൻ്റെ ഗുളികയുണ്ട്, അത് രാവിലെ കഴിച്ചു. തൈറോയിഡ് ഉള്ളതുകൊണ്ടാണ് ഇപ്പം എക്സസൈസ്, കൺട്രോള്, വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു കുറച്ച്. അപ്പം അതിൻ്റെ ഒരു ഇതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഗുളിക കഴിച്ചിട്ട് വരാം. ഇതാണ് ടാബ്ലറ്റ്, കാണാൻ പറ്റുന്നുണ്ടോ? കുട്ടി കുരുമിനി സാധനം. ഇത് ഞാൻ ഇപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചെടുത്തായിരുന്നു, പക്ഷെ അതെൻ്റെ കയ്യിൽ ചാടിപ്പോയി. ഇവിടെ പോകുന്ന അറിയാൻ വയ്യ. ഞാൻ ഇവിടെയൊക്കെ നോക്കി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കിട്ടും. ഇപ്പം അന്വേഷിക്കുമ്പോൾ ഇത് കാണത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇനി ഇത് കിട്ടും. ഇത് കഴിക്കട്ടെ. ഇനി നമുക്ക് പുറത്ത് പോകേണ്ടത്, എനിക്ക് 2 എക്സാം വരുന്നുണ്ട്. എന്തിൻ്റെ എക്സാമാണെന്നൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഹോൾ ടിക്കറ്റൊക്കെ എടുക്കണം. അതിനുവേണ്ടി നമുക്ക് പുറത്ത് പോകണം. ഇത് പാലക്കിൻ്റെ ലീവ്സ്, നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയിലെ ഇൻഗ്രീഡിയൻ്റാണ്. പിന്നെ ഇത് നമ്മുടെ ദാല്, രണ്ടും കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും
നമുക്കിതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ, നമ്മൾ റെഡിയാവാൻ പോകുന്നതേ ഉള്ളൂ. കിച്ചണിലെ ജോലിയെല്ലാം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതെ, നമ്മൾ ഇവിടെ റൂമിലോട്ട് വന്നു. ഞാൻ ഫ്രഷപ്പായിട്ട് റെഡി ആകണം. ഡ്രസ്സ് ഏതെങ്കിലും നോക്കി എടുക്കണം. ഞാൻ ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ആദ്യം ഒന്ന് ഫ്രഷപ്പ് ആവണം. സോ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് സെറ്റ് ചെയ്യാം. കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ പോലെ മോയ്സ്ചറൈസർ തീരാറായിട്ടുണ്ട്. ഇതാണ് എടുത്തിട്ടുള്ളൂ. സ്ട്രോക്ക് ക്രീം, ലിപ് ബാം, ഐലൈനർ. ക്യാമറ നോക്കി എഴുതിയാൽ പറ്റില്ല, ഞാൻ കണ്ണാടി നോക്കി എഴുതിയിട്ട്. ഐലൈനർ എഴുതി, ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് മുടി കെട്ടണം. ഞാൻ ഈ ഒരു റിങ് ഇടുന്നുണ്ട് കയ്യിൽ. സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചൊരു മസ്കാര, പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല. കുഴപ്പമില്ലെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, വലിയൊരു തോന്നുന്നില്ല. ഞാൻ അത് വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. കാര്യം എൻ്റെ പിരിയാൻ ഒരുപാട് ഗ്യാപ്പുണ്ട്. ഫില്ല് ചെയ്തത് ഭയങ്കര വൃത്തി. മുടി കെട്ടണം, എങ്ങനെ കെട്ടുമെന്ന് ആലോചിക്കില്ല. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും പോണിറ്റെയിലൊക്കെ തൽക്കാലം അത് മതി. അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും പോകാനായിട്ട്. ഒരുപാട് ലേറ്റ് ആയിപ്പോൾ ശരിയാകത്തില്ല. റെഡിയായി. ടിക് ടാക്ക് വെച്ച് സെക്യൂർ ചെയ്തിട്ട് ജസ്റ്റ് ക്ലച്ച് ചെയ്തിട്ട് വന്നു പോയിട്ട് വരാം. അപ്പോൾ ഇച്ചിരി പെർഫ്യൂമും കൂടെ അടിക്കും. വേറെ ഇത് വെച്ച് എപ്പോഴത്തെ പോലെ എപ്പോഴും കിട്ടുന്നത്. അത് എനിക്ക് ഈ സ്റ്റൈലിന് എനിക്ക് തോന്നുന്നൊരു ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ല. ഓക്കെ, സെറ്റല്ലേ? സെറ്റായാലും ഇല്ലാതെ ഇങ്ങനെ കെട്ടുന്നത്. ഇതാണ് അയ്യോ, ബാക്കിൽ തുണി പിടിച്ചിട്ട്. ഇതാണ് ഔട്ട്ഫിറ്റ് കേട്ടോ. താഴെ ആരോ വിളിക്കുന്നുണ്ട്, അതിൻ്റെയാണ് ഈ ബഹളം കേട്ടത്. നമ്മൾ നടന്നല്ല പോണത്, നമ്മൾ വണ്ടിയിലാണ് പോണത്. കണ്ടോ ഗൈസ്, ഉണ്ട്. ഇല്ല, ഞാൻ വീട്ടിൽ തിരിച്ച് വന്നെത്തിയതേ ഉള്ളൂ. ഒന്ന് എന്താണ് ഡ്രസ്സൊക്കെ മാറണം, ഫ്രഷപ്പ് ആവണം, എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് വരട്ടെ കേട്ടോ. നല്ല ക്ഷീണിച്ചു, നല്ല ചൂടും നല്ല വെയിലുമായിരുന്നു. വന്നിട്ടിപ്പോൾ ഈവനിങ് ആയി, 6:20 കഴിഞ്ഞു. വന്ന് കഴിച്ചൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. വന്നു കഴിച്ചു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, പിന്നെ കുറച്ച് നേരം പഠിച്ചു, കുറച്ച് നേരം TV കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ കുളിച്ചു. ഒരു കുഴക്കട്ട, പിന്നെ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ, ഇനി ട്യൂഷനുണ്ട്, ഓൺലൈൻ ട്യൂഷനുണ്ട്. അപ്പം ട്യൂഷൻ എടുക്കണം.
ഇതാണ് പരിപാടി. വേറെ പ്രത്യേകിച്ച് ഇപ്പം ഒന്നുമില്ല. കിടക്കാൻ പോവുകയാണെന്ന് വെച്ചാൽ അല്ല, കിടക്കണം. ഇക്ക വരും, അപ്പോൾ ഇക്കായെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വന്നിട്ടേ കിടക്കുള്ളൂ. ഫുഡ് കഴിച്ചു. അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചൊന്നുമില്ല. കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കഴിച്ചു. വേറൊന്നും കഴിച്ചിട്ടില്ല. കട്ട് ഫ്രൂട്ട്സ് കഴിച്ചു, അതോടെ നിർത്തി. 8 മണിയായപ്പോൾ കഴിച്ചു. ബൈ.